നമസ്കാരം. ഹായ് എവരിവൺ. എല്ലാവർക്കും ശിവദാൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. Please guide me, universe, one message and the love answer. Please guide me, universe, please guide me. Please guide me, universe, please guide me. Please guide me, universe, please guide me. Please guide me, please guide me, universe. Please guide me, universe, please guide me, universe. Please guide me, universe, please guide me, universe. Please guide me, universe. Please guide me, universe, please guide me. Please guide me, universe, please guide me. Please guide me, universe. Please guide me. Please guide me, universe. 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 Please guide me. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 4 കപ്സിൻ്റെ എനർജിയാണ്. ഇതിൽ സാഡാണ് കാണിക്കുന്നത്. 3 കപ്പുണ്ടായിട്ടും ഒന്നും വേണ്ട. നിങ്ങളുടെ ബന്ധം വേണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വികാരം ക്ഷണികമാണ്. കിട്ടുമ്പോൾ വില പോകും. ഇതിന് അപ്പതി എന്ന് പറയും. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളൊരു നഷ്ടബോധത്തിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട്. ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു കാര്യം വേണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ അവർ വേണ്ട എന്ന് വെച്ചു എന്നാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം. ഒരു നഷ്ടപ്പെടലാണ് ഇവിടെ കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു 6 കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഹീൽ ചെയ്യുകയാണ്. നിങ്ങളുടെ വേദനയെല്ലാം കളയുകയാണ്. നൊസ്റ്റാൾജിയയാണ്. ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് മുഴുവൻ ചില പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വന്നു. എപ്പോഴും പോസിറ്റീവായി ആലോചിക്കുക. എങ്കിലേ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരികയുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചില വ്യക്തികളോടായിരിക്കാം, ചിലപ്പോൾ ചില സാഹചര്യങ്ങളോടായിരിക്കാം, ചിലപ്പോൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്തോടായിരിക്കാം നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട്. വേറൊരു രാജ്യത്ത് താമസിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് അവിടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നവിടെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ, പണ്ടുണ്ടായിരുന്ന ചില വ്യക്തികൾ ഒന്നുകിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ സാഹചര്യം റീക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നെന്നാണ് കാണുന്നത്. ഇപ്പോൾ അതൊന്നും കിട്ടാത്തത് കൊണ്ടുള്ള സങ്കടമാണെന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു 4 സോർട്സിൻ്റെ എനർജിയാണ്. 4 സോർട്സ് ആണ്. ദിസ് കാർഡ് മീനിങ് ടേക്ക് റെസ്റ്റ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്താൽ മതി. ടെമ്പററി വിഡ്രോവൽ. നോട്ട് ടു ടൈം ടു ആക്ട്. ഇപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്തിനും ഒരു സമയമുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. എന്നാൽ ഒന്നിലൊരു പ്രതീക്ഷയുമില്ല. എങ്ങോട്ട് പോകണം എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഹെർമിറ്റിൻ്റെ എനർജിയാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഇൻട്രോസ്പെക്ഷൻ ആണ്. അതായത് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതായത് നമ്മൾ നമ്മുടെ അകത്തേക്ക് നോക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കണം. ഡീപ്പായി റിഫ്ലക്റ്റ് ചെയ്യണം. ടേക്ക് റെസ്റ്റ്. ഇന്നർ ഗൈഡൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോൾ നോളജ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്ന് റിഫ്ലക്റ്റ് ചെയ്യുക എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ടുള്ള പാത ഏതെടുക്കണമെന്ന ക്ലാരിറ്റി ഇല്ല. ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വരും എന്നുള്ള വിശ്വാസവും നിങ്ങൾക്കുണ്ട്. എന്നാൽ അതെപ്പോൾ എങ്ങനെ അതിനുവേണ്ടി
ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണം ഇതൊന്നും മനസ്സിലാകാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. സോൾ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊരു അൺവാണ്ടഡായ എനർജി ട്രാൻസാക്ഷനിൽ നിന്നും മാറി നിൽക്കുക. അൺനെസറി ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നിങ്ങളുടെ സെൽഫ് ടൈം കണ്ടെത്തുക. മെഡിറ്റേറ്റ് ചെയ്യുക. നമ്മുടെ മെറ്റീരിയൽ ലൈഫിൽ ഉപരി നമ്മുടെ സോളിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന അവിടെ സന്തോഷവും ദുഃഖവും പ്രശ്നങ്ങളും ഒന്നുമല്ല. അവിടെ നത്തിങ്സ് ആണ്. അവിടേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ് കാണുന്നത്. തിരിച്ചു വരുമെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കാൻ തുടങ്ങി എന്നാണ് കാണുന്നത്. സീക്രസി എന്ന് പറയും. ഫുൾ കൺട്രോൾ, ഇമോഷൻ. ഈ കാർഡ് ഒരു സ്പിരിച്വാലിറ്റിയെ കാണിക്കുന്നു. സീക്രട്ട് നോളജ് ഉണ്ട്. ഈ കാർഡ് രഹസ്യങ്ങളാണ്. റിലേഷൻഷിപ്പിലാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആലോചിക്കുന്നുണ്ടാകും. നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ പോലെ കിട്ടുന്നുണ്ടാകും. നിങ്ങൾക്കൊരു കൂട്ടിൻ്റെ ആവശ്യമില്ലെന്നാണ് യൂണിവേഴ്സിൻ്റെ തീരുമാനം. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഇനഫാണ്. നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളുടെ പ്രോഗ്രസ്സിന് വിഘാതമായി വരും എന്നുള്ളതുകൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തിയതാകാം. ആരോടും ഒരു പരാതിയും വിഷമവും ഒന്നും വേണ്ട. നിങ്ങൾ ഈ അവസ്ഥയിൽ ഇരിക്കേണ്ടതാണ്. എന്നാലേ നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ പറ്റൂ. കുറേ ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രസ് നഷ്ടപ്പെടും. അത് വേണ്ട എന്നാണ് യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരുടെ ഗൈഡൻസിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആകുന്നുണ്ട്. നിങ്ങളുടെ പല കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാനുള്ള കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടെന്നാണ് കാണുന്നത്. അടുത്തതൊരു ഡെത്ത് കാർഡാണ്. ഈ ഡെത്ത് കാർഡ് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും എൻഡിങ് ആണ്. ഒരു പുതിയ തുടക്കമാണ് ഡെത്ത് കാർഡ്. ഏറ്റവും കൂടുതൽ പെയിൻഫുള്ളായ കാലം, കഷ്ടം പിടിച്ച കാലം. ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് പ്രോസസ്സാണ്. നിങ്ങൾക്ക് പല തിരിച്ചറിവുകളും ഉണ്ടാകുന്നു. അത് വേദന സഹിച്ചുകൊണ്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾക്കൊരു പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത്. ദുർഘടമായ രാത്രിയിൽ ഒരു സൈക്കിൾ എൻഡാകുന്നു. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രപഞ്ചത്തിൽ വിശ്വാസമില്ലാതാകുന്നു. ദൈവത്തിൽ വിശ്വാസമില്ലാതാകുന്നു. അത്രമാത്രം വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. ഒരു ചെയിൻ പോലെ ഒന്നൊഴിഞ്ഞ് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പല തിരിച്ചറിവുകളും ഉണ്ടാകുന്നു. നിങ്ങളൊരു പുതിയ വ്യക്തിയാകുന്നു. നിങ്ങളെ നിങ്ങളാക്കാൻ പറ്റുന്ന പെയിനാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരീക്ഷണത്തിലേക്ക് എത്തിയത് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ളൊരു കഴിവ് നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ്. ഒരുപാട് ചതിയും വഞ്ചനയും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും നിങ്ങൾക്ക്. ഈ ഒരു ലെസൺ പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത്രയെല്ലാം അനുഭവിച്ചിട്ടുള്ളത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് നല്ല ടൈം ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. വെരി ഹാപ്പിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കാണ്. ഇമോഷണലി സാറ്റിസ്ഫൈഡും. പ്രയോറിറ്റി എപ്പോഴും സെറ്റ് ചെയ്യുക എന്നതാണ് വേണ്ടത്. നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ കുറച്ച് സമയം കൊടുക്കുക. അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. പണവും സന്തോഷവും സ്നേഹവും എല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരു സെപ്പറേഷനിലാണ് എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ ആരുടെ അടുത്ത് നിന്നാണോ സെപ്പറേഷനിലായത് അവരുടെ കൂടെ ഉണ്ടാവുക എന്നത് നിങ്ങൾക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അടുത്തായി വന്നുള്ള ഒരു കിങ് ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയാണ്. ഹീ ഈസ് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ മണി, മേക്കിംഗ് മണി. ഹീ ഈസ് നോട്ട് സെൽഫിഷ്. വെരി ഗുഡ് മെൻറ്റർ. പണത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പടവെട്ടി പോരാളി. പണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് ഈ കാർഡിൽ കാണുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങൾ നല്ലൊരു റിസൾട്ടിലേക്ക് എത്തപ്പെട്ടു. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ശക്തമായൊരു ടാലൻറ്റ് തന്നെയാണ്. നിങ്ങൾ അത് ആർജിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു പാഠം മനസ്സിലാക്കി പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ആ ടാലൻറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. പ്ലാൻ ചെയ്ത കാര്യം റിയാലിറ്റിയിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ലോണോ ചിട്ടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയും ഉണ്ടെന്ന് കാണുന്നുണ്ട്.
ഒന്നുകിൽ നിങ്ങളൊരു ബിസിനസ്സിൽ തുടങ്ങാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കാൻ പോവുകയാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ അവിചാരിതമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആയിരിക്കും. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ എനർജിയുമായി ഒത്തു പോകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും മറക്കരുത്. താങ്ക് യു.